നമുക്ക് ഫെബ്രുവരി മാസത്തിലെ PSC ബുള്ളറ്റില്ല കറണ്ട് അഫേഴ്സ് നോക്കാം കേട്ടോ. സമകാലികം നോക്കാം. ഫെബ്രുവരി മാസത്തിലാണ് ഫസ്റ്റ് പറയുന്നത് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ 5 പേർക്ക് കിട്ടിയിട്ടുണ്ട്. രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി. അപ്പോൾ ഒന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഭാരതരത്ന അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ 5 പേർക്ക് കിട്ടിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം. അങ്ങനെ 5 പേർക്കാണ് കിട്ടിയേക്കണത്. ഇനി പത്മഭൂഷണാണെങ്കിൽ 13 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരെ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. അതായത് പത്മഭൂഷൺ കിട്ടിയ 13 പേരിൽ മമ്മൂട്ടി ഉണ്ട്, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ പേരുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, രാമസ്വാമി പളനിസ്വാമി, നോറി ദത്തായുഡു, പീയൂഷ് പാണ്ഡെ, SM കമലാനന്ദൻ, ശിവവാദിൻ, R ഗണേഷ്, ഉദയ് കോട്ടക്കട്ട. അപ്പോൾ ആ പേരിലൊക്കെ എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, എല്ലാം അങ്ങനെ ചോദിക്കില്ലായിരിക്കും. ഈ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്താണ് പത്മഭൂഷണാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ 13 പേർക്കാണ് കിട്ടിയതെന്നും. പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ പേര് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഓർത്തിരിക്കാം കേട്ടോ. അതായത് രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, പ്രവീൺ കുമാർ, K പളനിവേൽ, A മുത്തുനായകം, കലാമണ്ഡലം വിമലാമേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ. ആ 2 പേരും കുറച്ചും കൂടി മലയാളികളാണ്. കലാമണ്ഡലം വിമലാമേനോനും കൊല്ലക്കൽ ദേവകിയമ്മ. പിന്നെ ബൽദേവ് സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിചരൺ സൈക്കിയ, അങ്ങനെ ഉൾപ്പെടെ 113 പേർക്കാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി അശോക ചക്ര കിട്ടിയത് ആർക്കാണ്? അശോക ചക്ര ആണെങ്കിൽ ശുഭാംശു ശുക്ലക്കാണ് കേട്ടോ. അശോക ശുഭാംശു. കീർത്തി ചക്രയാണെങ്കിലോ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക്. കീർത്തി ചക്ര കിട്ടിയേക്കുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ബാലകൃഷ്ണൻ നായർക്ക് എന്താണ്? കീർത്തി ചക്രയാണ്. ശൗര്യ ചക്രയാണെങ്കിൽ ലെഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, രൂപാക് അല്ലേ, മറ്റേ പായ്ക്കപ്പലിൽ സഞ്ചരിച്ചത്. അപ്പോൾ ലെഫ്റ്റ് കമാൻഡർ ദിൽനയും കമാൻഡർ K രൂപയ്ക്കും പിന്നെ അസിസ്റ്റൻറ്റ് കമാൻഡർ വിപിൻ വിൽസൺ ഉണ്ട്. അങ്ങനെ 3 പേർക്കാണ് ശൗര്യ ചക്ര. അപ്പോൾ കീർത്തി ചക്രയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ആ പ്രശാന്ത് ബാലകൃഷ്ണൻ കറക്റ്റായിട്ട് ഓർത്തിരുന്നോ? കീർത്തി ചക്ര. അശോക ചക്രയാണ് ആർക്ക്? ശുഭാംശു ശുക്ല കേട്ടോ. ഇനി 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മികച്ച ചിത്രമാണ് എന്ത്? ഹാംനെറ്റ് അല്ലേ. ഹാംനെറ്റാണ് മികച്ച ചിത്രം, ഡ്രാമ വിഭാഗത്തിലാണ്. പിന്നെ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് ഹാംനെറ്റ് ഡ്രാമ വിഭാഗത്തിലും, പിന്നെ എന്താണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഏതാണ്? മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി ഡ്രാമ വിഭാഗമാണ് എന്ത്? ഹാംനെറ്റ് കേട്ടോ. മികച്ച നടൻ ആരാണ്? വാഗ്നർ മൗറ. ഡ്രാമ വിഭാഗമാണ് വാഗ്നർ മൗറ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ തിമോത്ത ഷാലമേൻ കേട്ടോ. തിമോത്ത ഷാലമേ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ തിമോത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോമഡിയില്ലേ. അപ്പോൾ തിമോത്ത ഷാലമേണത് മ്യൂസിക്കൽ കോമഡി വിഭാഗം. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ ആർക്കാണ്? വാഗ്നർ മൗറ കേട്ടോ. 2 ഉണ്ട്. ഡ്രാമ വിഭാഗം ഉണ്ട്, കോമഡി വിഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്താക്കാൻ നമുക്ക് എന്തായാലും പഠിച്ചു വയ്ക്കാം. അതായത് മികച്ച ചിത്രം ഹാംനെറ്റ് ഡ്രാമ വിഭാഗം, വൺ ബാറ്റിൽ ഓഫ് ആഫ്റ്റർ അനദർ എന്താണ്? മ്യൂസിക്കൽ കോമഡി വിഭാഗം. പിന്നെ മികച്ച നടൻ ഡ്രാമ വിഭാഗം വാഗ്നർ മൗറ. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിന് ആർക്കാണ്? തിമോത്ത ഷാലമേ. ഇനി മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ജെസി ബക്ലി. നാടകം ഡ്രാമ കേട്ടോ. ഡ്രാമ ജെസി ബക്ലി. ഇനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ആർക്കാണ്? റോസ് ബൈറൺ. മ്യൂസിക്കൽ കോമഡി വിഭാഗം റോസ് ഓർത്താൽ മതി. മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, മ്യൂസിക്കൽ കോമഡിയാണ്. അപ്പോൾ റോസ് ബൈറനാണ് മ്യൂസിക്കൽ കോമഡി. മികച്ച നടി ഡ്രാമയാണെങ്കിൽ ജെസി ബക്സി. ഇനി മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ് ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ എന്ന ചിത്രത്തിലെ സംവിധായകനാണ് കേട്ടോ. പോൾ തോമസ് ആൻഡേഴ്സ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മികച്ച സംവിധായകൻ. കാരണം മറ്റേതൊക്കെ ഡ്രാമയും മ്യൂസിക്കലും കോമഡി വിഭാഗം ഉള്ളതുകൊണ്ട് ചോദിക്കാൻ ഇത്തിരി സാധ്യത കുറവാണ്. പക്ഷേ ഇത് ഒരെണ്ണമുള്ളൂ അല്ലേ, അപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദ സീക്രട്ട് ഏജൻറ്റ് കേട്ടോ. ദ സീക്രട്ട് ഏജൻ്റാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. സീക്രട്ട് ഏജൻറ്റ് ബ്രസീൽ ഭാഷയിലുള്ള ചിത്രമാണ് കേട്ടോ. മികച്ച വിദേശ ഭാഷാ ചിത്രം ദി സീക്രട്ട് ഏജൻറ്റ് ബ്രസീൽ.
ഇനി പറഞ്ഞേക്കുന്നത് 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആർക്കാണ്, കണ്ണൂരിനാണ് കിരീടം കിട്ടിയത് കേട്ടോ. എത്രാമത്തെ? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിന് കിരീടം. ഇനി സിംബാബ്വേയും നമീബിയയും സംയുക്തമായാണ് 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് സിംബാബ്വേയും നമീബിയയും സംയുക്തമായി. ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് നിയമിതയായത് ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റായി നിയമിതയായത് PT ഉഷ. പിന്നെ ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലീറ്റ്സ് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലീറ്റ്സ് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ കേട്ടോ. ഇനി ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരിന് ചാമ്പ്യൻ പട്ടം. എന്തിനാണ്? ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരിന് കേട്ടോ ചാമ്പ്യൻ പട്ടം. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് വിരാട് തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2ാമത്തെ റൺവേട്ടക്കാരനായി കോഹ്ലി മാറിയേട്ടാ. ശ്രീലങ്കയുടെ മുൻ കുമാര സംഘക്കാരെയാണ് മറികടന്നത്. എന്താണ്? അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് എടുത്ത് സച്ചിൻ്റെ റെക്കോർഡ് എന്താണ്? കോഹ്ലി മറികടന്നു. പിന്നെ 2ാമത്തെ റൺവേട്ടക്കാരനായും കോഹ്ലി മാറി. അപ്പോൾ ആരായിരുന്നു? ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരായിരുന്നു ആയിരുന്നത്. അയാളെ മറികടന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 2ാമത്തെ റൺവേട്ടക്കാരനായിട്ട് കോഹ്ലി മാറി. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മയാണ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം കിട്ടിയത് ആർക്കാണ്? വിദർഭയ്ക്ക്. ബാംഗ്ലൂരിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കിയാണ് വിദർഭ ചാമ്പ്യനായത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഫൈനൽ നടന്നത് വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ്. ഇങ്ങനെയൊക്കെ ചോദിക്കാണ്ട് ഈ വിജയ് ഹസാരെ ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അത് ക്രിക്കറ്റാണ്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് വിദർഭയ്ക്കാണ് കിട്ടിയത്. ബാംഗ്ലൂരിലാണ് നടന്നത്. സൗരാഷ്ട്രയെ 38 റൺസിനാണ് തോൽപ്പിച്ചത്. ഇനി മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങൾക്കാണ് കേട്ടോ. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങൾക്ക്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാരായി. എന്താണ്? ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാർ. ഫൈനലിൽ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തിയാണ് സെനഗൽ ചാമ്പ്യന്മാരായത് കേട്ടോ. അപ്പോൾ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് സെനഗൽ ചാമ്പ്യന്മാരായി. ഫൈനലിൽ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തി. അന്താരാഷ്ട്ര ട്വൻ്റി മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാൻ്റെ സോനം യഷി. എന്താണ്? അന്താരാഷ്ട്ര ട്വൻ്റി മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാൻ്റെ സോനം യഷി. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു.